വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തണ്ണീർക്കൊമ്പൻ എന്ന ആനയാണ് വയനാടിന്റെ മനസമാധാനം കെടുത്തിയത്. ദിവസങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ആനയെ പിടികൂടി. പിന്നീട് ആന ചെരിഞ്ഞത് വൻ വിവാദമായി. പിന്നാലെയാണ് മറ്റൊരു ദുരന്ത വാർത്ത വയനാട്ടിൽ നിന്നെത്തുന്നത്. ശനിയാഴ്ച രാവിലെ വീട്ടിൽ അതിക്രമിച്ചെത്തിയാണ് ആന യുവാവിന്റെ ജീവൻ എടുത്തത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വീടിന്റെ മതിൽ പൊളിച്ചെത്തിയ കാട്ടാന പടമല സ്വദേശി അജീഷ് കുമാറിനെ ആക്രമിക്കുകയായിരുന്നു. രാവിലെ 7:30 സംഭവം. പണിക്കാരെ കൂട്ടാൻ പോയതാണ് അജീഷ്. ആനയുടെ മുൻപിൽപ്പെട്ട അജീഷ് അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി. അതോടെ ആന മതിൽ പൊളിച്ച് അകത്തുകയറി അജീഷിനെ ചവിട്ടി കൊല്ലുകയായിരുന്നു. കൊയിലേരി താന്നിക്കൽ മേഖലയിലാണ് ശനിയാഴ്ച പുലർച്ചെയോടെ കാട്ടാന ഇറങ്ങിയത്. വന്യമൃഗ ആക്രമണം പതിവായതോടെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, പയ്യമ്പള്ളി, കുറുവ, കാടൻകൊല്ലി മേഖലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി നാട്ടുകാരും രംഗത്ത് വന്നു. അതിനിടെ അജീഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ആന ബേലൂർ മഗ്ന എന്ന കാട്ടാനയാണെന്ന് കർണാടക വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർണാടകയിലെ ഹാസൻ ഫോറസ്റ്റ് ഡിവിഷനിലെ ബേലൂരിൽ കാട്ടാന സ്ഥിരമായി വിളകൾ നശിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് 2023 ഒക്ടോബർ 30 കർണാടക വനംവകുപ്പ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. പിന്നീട് റേഡിയോ കോളർ ഘടിപ്പിച്ച് കേരള അതിർത്തിക്ക് സമീപത്തുള്ള മൂലഹള്ളി വനമേഖലയിൽ തുറന്നുവിടുകയായിരുന്നു. 2 ആഴ്ചയായി മാനന്തവാടിയിൽ തുടർച്ചയായി വന്യമൃഗ ആക്രമണങ്ങൾ അരങ്ങേറുകയാണ്. 11 ദിവസത്തിനിടെ 2 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. നിരവധി പേർക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ജനുവരി 31 തോട്ടം കാവൽക്കാരന്റെ മൃതദേഹം കണ്ടെത്തിയത്. തോട്ടത്തിൽ ആന ചവിട്ടിക്കൊന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് പാക്കം മാണ്ടാനത്ത് ബിനോയ്ക്ക് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് തോൽപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചർ വെങ്കിടദാസിനെ കടുവ ആക്രമിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തണ്ണീർക്കൊമ്പനെ പിടികൂടി കൊണ്ടുപോയി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരാന പ്രത്യക്ഷപ്പെട്ടത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നുണ്ട്. അജീഷിന്റെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും സ്ഥലത്തെത്തിയില്ല. ഇതോടെയാണ് ആളുകൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വയ്ക്കാതെ ജാതിയായി തെരുവിലേക്കെടുത്തു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ റോഡ് ഉപരോധം തുടങ്ങിയിരുന്നു. മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതോടെ വൻ ജനക്കൂട്ടം പ്രതിഷേധവുമായി നഗരത്തിലെത്തി. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് പ്രതിഷേധത്തിനെത്തിയത്. ഇതിനിടെ ജില്ലാ പോലീസ് മേധാവിയെ റോഡിൽ തടഞ്ഞു. അദ്ദേഹത്തെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. ഇതിനിടെയാണ് കളക്ടർ എത്തിയത്. കളക്ടറെയും 1 മണിക്കൂർ വെയിലത്ത് നിർത്തി. വനംവകുപ്പ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലത്തെത്തിയില്ല. എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജനം കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഇതിനിടെ വ്യാപാരികളും ഹർത്താൽ പ്രഖ്യാപിച്ചു.